ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് 3-ാമത്തെ അധ്യായമാണ്. ഇന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദാനിയേൽ പ്രവചനം. കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പഠിച്ചതായിരിക്കുന്ന അധ്യായങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ ആദ്യം 1-ാമത്തെ അധ്യായം ബാബിലോണിലേക്ക് ദാനിയേൽ കടന്നു വരുന്നത് തന്റെ ബാബിലോണിലെ ജീവിതത്തിന്റെ ആരംഭമാണ് 1-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായം ഒരു മിനിറ്റ്. രണ്ടാമത്തെ അധ്യായം നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നമാണ്. ആ സ്വപ്നം നമുക്കറിയാം, അത് 4 സാമ്രാജ്യങ്ങളെ കാണിക്കുന്നതായിരിക്കുന്ന സ്വപ്നമാണ് 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായം അത് നെബൂഖദ്നേസർ നിർത്തിയ വലിയ സ്വർണ്ണ ബിംബത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അധ്യായമാണ്. 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ഈ 3 ബാലന്മാർ അവരനുസരിക്കാത്തത് മുഖാന്തരം അവരെ തീച്ചൂളയിൽ തള്ളിയിടുന്നതായിരിക്കുന്ന രംഗമാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. 4-ാമത്തെ അധ്യായം നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന വലിയ ഗർവം, അഹങ്കാരം, അത് മുഖാന്തരം തന്റെ ജീവിതത്തിൽ ദൈവം തന്നെ ശിക്ഷിക്കുന്നതും പിന്നീട് താൻ യഥാസ്ഥാനപ്പെടുന്നതുമായിരിക്കുന്നതാണ് നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ, ഇന്നത്തെ അധ്യായത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഈ അധ്യായത്തിന്റെ ഒരു സമ്മറി ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. അത് പറഞ്ഞാൽ പെട്ടെന്ന് ഈ അധ്യായം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഈ പ്രപഞ്ചത്തോളം അഥവാ ഈ ഭൂമിയോളം വലുതായിരിക്കുന്ന വലിയൊരു മരം, അത് വളർന്ന് അധികം വലുതായി ഭൂമിയൊക്കെ നിറഞ്ഞു. അതിന്റെ കീഴിൽ, ഈ മരത്തിന്റെ കീഴിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആ മരത്തിന്മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വൃക്ഷം വളരെ വളർന്ന് വലുതായിരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ വന്ന് അവിടെ പറയുകയാണ്, ഈ വൃക്ഷത്തെ വെട്ടിക്കളയുക, അതിന്റെ തായ് വേര് അഥവാ അതിന്റെ താഴ്ഭാഗം അത് അവിടെ തന്നെ നിലത്ത് നിർത്തിയേക്കുക എന്ന് പറയുന്നു. ആ വൃക്ഷം എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് താൻ തന്നെയാണ്. താൻ ഗർവത്താൽ താൻ വലിയ വ്യക്തിയാണ് എന്ന് തോന്നിയപ്പോ ദൈവം തന്നെ ശിക്ഷിക്കുന്നതാണ് ആ രംഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ നെബൂഖദ്നേസർ രാജാവ് 7 വർഷക്കാലം അവൻ പുല്ലൊക്കെ തിന്ന്, എന്ന് വെച്ചാൽ വയലില് പുല്ല് തിന്നുന്ന ഒരു കാളയെ പോലെ താൻ വളരെ കാട്ടുകഴുതിയോടുകൂടി ജീവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കും ജീവിതത്തിലൂടെ താൻ കടന്നുപോയി. അവസാനം തനിക്ക് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ തിരിച്ചു കൊണ്ടുവന്നു. അവൻ രാജസ്ഥാനത്ത് അവൻ തിരികെ വന്നു. അതാണ് ഈ അധ്യായത്തിന്റെ സമ്മറി. ഈ അധ്യായത്തിൽ ഏറ്റവും പല പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ ഒരു 4 പ്രാവശ്യം കാണുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് അത്യുന്നതൻ വാഴുന്നു എന്നുള്ളതായിരിക്കുന്ന വസ്തുത. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്യം. നമുക്ക് 25-ലും 32-ലും 44-ലും ഒക്കെ ഇത് വീണ്ടും ആവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. 17-ാമത്തെ വാക്യം, അത്യുന്നതനായവൻ മനുഷ്യ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യർ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. അവിടെ ദൈവമാണ് സകലത്തെയും വാഴുന്നത് എന്നുള്ളതായിരിക്കുന്ന ചിന്ത വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം ഈ അടുത്തിടയിലൊക്കെ നമ്മൾ പല വാട്സപ്പ് മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ടല്ലേ, ഭരണാധികാരികളെ കുറിച്ചുള്ളതായിരിക്കുന്ന, ഇലക്ഷനെ കുറിച്ചുള്ളതായിരിക്കുന്ന മെസ്സേജസ് ഒക്കെ. വാസ്തവത്തിൽ ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളാണ് എന്നുള്ളതായിരിക്കുന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ കൈ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് സാരം. അതാണ് ഒന്ന്. രണ്ടാമത്, അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കുറിക്കൊള്ളേണ്ടതായിരിക്കും വിഷയമാണ് ഗർവം, അഹങ്കാരം എന്നുള്ളതായിരിക്കും വിഷയം. ഞാൻ എന്ന ഭാവം എന്ന വിഷയം. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ അവിടെ സാത്താൻ അവൻ വലിയ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് അവനെ താഴെയിടാനായിട്ട് നമ്മൾ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ 5 പ്രാവശ്യം സാത്താൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ, എന്റെ എന്ന് പറയുന്നത് 5 പ്രാവശ്യം ഒരു വാക്യത്തിൽ
തന്നെ 13-ലും 14-ന്റെ ആദ്യ ഭാഗവുമായിട്ട് താൻ പറയുന്നുണ്ട്. അത് ദൈവസന്നിധിയിൽ അതിനെ ദൈവം വെറുക്കുന്നു, എതിർക്കുന്നു എന്നുള്ളതാണ്. ഗർവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ടല്ലേ, ഞാൻ പറഞ്ഞതാ, അന്നേ ഞാൻ പറഞ്ഞതാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ അന്നേ പറഞ്ഞതാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാനാണ്, ഞാൻ എന്ന ഭാവം. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഗർവമുണ്ടോ, നമുക്ക് അഹങ്കാരമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ന ഭാവമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുണ്ടെങ്കിൽ ദൈവം അവരെ എതിർക്കുന്നു, അതിനെ തകർക്കുന്നു എന്നുള്ളതാണ്. അനേക വാക്യങ്ങളുണ്ട്. യാക്കോബിന്റെ പുസ്തകത്തിലാണ് ഗോഡ് റെസിസ്റ്റeth ദ പ്രൗഡ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നുള്ളത്. എതിർത്ത് നിൽക്കുന്നു എന്ന യാക്കോബ് പറയുന്നത്, ദൈവം എതിർക്കുന്നു. പിന്നീട് ഈ രണ്ട് കാര്യങ്ങൾ, അനേകം ബാക്കി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് പഠിച്ചു വരുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വാസ്തവത്തിൽ എല്ലാ മാനസ്ക്രിപ്റ്റിലും ഇല്ല. എല്ലാ മാനസ്ക്രിപ്റ്റിലും ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളല്ല ഈ ആദ്യത്തെ 3 വാക്യങ്ങൾ. സെപ്റ്റുജന്റില് അഥവാ ഗ്രീക്ക് പരിഭാഷയിൽ ഈ ആദ്യത്തെ ഈ 3 വാക്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇത് വളരെ പ്രധാനമാണ്. എബ്രായ ബൈബിളിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രീക്ക് സെപ്റ്റുജൻ ഭാഷയിൽ ഈ ആദ്യത്തെ 3 വാക്യങ്ങൾ ഇല്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനി 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ച് വരട്ടെ. ഈ ഭാഗത്ത് 4-ാം അധ്യായത്തിൽ ഇത് ആർക്കെഴുതി, ആരാണ് എഴുതിയത്, ആർക്കാണ് എഴുതിയത്, ആ എഴുതിയ ആളുടെ സ്ഥാനം, ഇതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. നെബൂഖദ്നേസറാണ്, രാജാവാണ്. സകല വംശങ്ങൾക്കും സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കുമാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ച് വരട്ടെ എന്ന് കാണുന്നുണ്ട്. ഈ വാക്കുണ്ടല്ലോ, പീസ് ബി മൾട്ടിപ്ലൈഡ് അൺടു യു. നമ്മൾ ഈ ഗൾഫിലൊക്കെ താമസിച്ചവർക്കറിയാം, സാധാരണ മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുക, അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലയോ? അതിന്റെ അർത്ഥം അത് തന്നെയാ, നിങ്ങൾക്ക് സമാധാനം എന്ന്. അങ്ങനെ ഇല്ലയോ? നിങ്ങൾക്ക് സമാധാനം. ഈ വാസ്തവത്തിൽ ആ നാടുകളിലൊക്കെ തന്നെയും എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ യഹൂദന്മാരുടെ മധ്യയും മറ്റ് ജാതികളുടെ മധ്യ ആ നാട്ടിലുള്ള എല്ലാവരും അവര് പരസ്പരം കാണുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് സമാധാനം എന്തെങ്കിലും പറയും. അതിനെക്കാട്ടി കൂടുതലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ സൗകര്യാർത്ഥം ചിലപ്പോൾ ഒരു വലിയ സെന്റൻസ് ഒക്കെ പറയും അവര്. പക്ഷെ കുറഞ്ഞത് അത്രയെങ്കിലും പറയും. അത് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ അവിടെ മേദ്യനായ ദാര്യാവേശും അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അവിടെയും നമുക്ക് ഈ തരത്തിലുള്ളതായിരിക്കുന്ന അഭിവാദ്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ വാക്യം, അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അത്യുന്നതനായ ദൈവം എന്നതായിരിക്കുന്ന പദപ്രയോഗം 13 പ്രാവശ്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഇതര ബൈബിളിലുള്ള പുസ്തകങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്യുന്നതൻ എന്ന് ദൈവത്തെ വിളിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ്. 13 പ്രാവശ്യം. അതിൽ 7 പ്രാവശ്യം രേഖപ്പെടുത്തിയ നെബൂഖദ്നേസർ രാജാവ് താൻ തന്നെയാണ്. 2 പ്രാവശ്യം ബെൽസസറും പിന്നീട് ബാക്കി 4 പ്രാവശ്യം 7-ാം അധ്യായത്തിലുമാണ് നമ്മൾ കാണുന്നത്. അത്യുന്നതൻ എന്നുള്ളതായിരിക്കുന്ന ആ മോസ്റ്റ് ഹൈ എന്നുള്ളത്, ആ പ്രയോഗം നമുക്ക് ഈ ഭാഗത്ത് ഈ പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 4-ാം വാക്യത്തിൽ, അവിടെ 3-ാം വാക്യത്തിൽ ഇവിടെ നെബൂഖദ്നേസർ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 3-ാം വാക്യം ശ്രദ്ധിക്കുക. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് 3-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 4-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈര്യമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. നെബൂഖദ്നേസർ അനേകം യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തെ യുദ്ധം നമുക്കറിയാം 605 നടന്നതായിരിക്കുന്ന കാർക്കമീഷ് യുദ്ധമാണ്. അത് നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും പ്രധാന ആ യുദ്ധത്തിലാണ് വാസ്തവത്തിൽ യഹൂദയെ കീഴടക്കി ഈ ദാനിയേലിനെയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കുന്ന യുദ്ധം. അവിടെ ഫറവോൻ നെഖോയെ തോൽപ്പിച്ച് ഈജിപ്തിന്റെ പല ഭാഗങ്ങളും കീഴടക്കിയതായിരിക്കുന്ന കാർക്കമീഷ് യുദ്ധം. അതിനുശേഷം അനേക യുദ്ധങ്ങൾ
ഈ നെബൂഖദ്നേസർ രാജാവ് നടത്തിയിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവാണ് വാസ്തവത്തിൽ ബാബിലോൺ ഒരു വലിയ സാമ്രാജ്യമാക്കി അത് സ്റ്റെബിലൈസ് ചെയ്തതായിരിക്കുന്ന കിങ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ്, യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുന്ന സമയത്ത് സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. 4-5 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ താൻ സ്വപ്നം കണ്ടു എന്ന് കാണുന്നുണ്ട്. 5-ാം വാക്യത്തിൽ ദർശനമാണ് എന്നും കാണുന്നുണ്ട്. ആ ദർശനം കണ്ടിട്ട് താൻ വ്യാകുലപ്പെട്ടു. നമുക്കറിയാം സ്വപ്നവും ദർശനവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ്. ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ്. ഇത് രണ്ടും ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ടു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 6-7 വാക്യങ്ങളിൽ ആ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ രാജാവ് വിദ്വാൻമാരെ കൊണ്ടുവരികയാണ്. ശകുനവാദികളുണ്ട്, അതുപോലെ തന്നെ ആഭിചാരകന്മാരുണ്ട്. ആഭിചാരകന്മാർ എന്ന് വെച്ചാൽ അസ്ട്രോളജേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്ന വേറെ മന്ത്രവാദികളുണ്ട്. മന്ത്രവാദികൾ എന്ന് വെച്ചാൽ ഡിവൈനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തികളെ ഇവിടെ രാജാവ് അവിടെ കൊണ്ടുവന്നു. പക്ഷെ അവർക്കാർക്കും ഈ സ്വപ്നം അവരോട് രാജാവിനോട് വിവരിച്ചു പറയാനായിട്ട്, അതിന്റെ അർത്ഥം പറയുവാനായിട്ട് സാധിച്ചില്ല. 8-ാം വാക്യത്തിൽ രാജാവിന്റെ സന്നിധിയിലേക്ക് ദാനിയേൽ വരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാം വാക്യം ശ്രദ്ധിക്കുക. അവിടെ മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽഷസ്സരെ എന്ന് ദാനിയേലിനെ വിളിക്കുക. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തെ താല്പര്യവും അർത്ഥവും പറയാം. അവിടെ ദാനിയേലിനെ വിളിക്കുന്ന മന്ത്രവാദി ശ്രേഷ്ഠൻ. അതിന്റെ അർത്ഥം ദാനിയേൽ മന്ത്രവാദം ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മൾ പറയുന്ന രീതിയിലുള്ളതായിരിക്കുന്ന മന്ത്രവാദം ചെയ്യുന്നവനല്ല. നമുക്കറിയാം ദാനിയേൽ നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ദാനിയേലിനെ 2-ാം അധ്യായത്തിലാണ് തോന്നുന്നു. ദാനിയേലിനെ എന്താക്കിയെന്ന് നമ്മളിവിടെ കാണുന്നത് 2-ാം അധ്യായത്തിലാണ്. അവിടെ ദാനിയേലിനെ ബാബേൽ സംസ്ഥാനത്തിന് അധിപതിയാക്കി എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലയോ. 49-ാമത്തെ വാക്യത്തിൽ 2-ാം അധ്യായം 49-ാം വാക്യത്തിൽ ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് 48-ാമത്തെ വാക്യത്തിൽ അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു എന്ന് കാണുന്നുണ്ട്. ഈ ബാബേൽ സാമ്രാജ്യമല്ല, ബാബേൽ സംസ്ഥാനം. നമുക്കറിയാം ബാബേൽ എന്ന് പറയുന്നതായിരിക്കും, നമ്മൾ ആ പടം കണ്ടതാണ്. അതിലൊരു ചെറിയ സ്ഥലമാണ് ബാബേൽ സംസ്ഥാനം. അത് കഴിഞ്ഞിട്ട് വളരെ വലിയ ഒരു സ്ഥലമാണ് ബാബേൽ സാമ്രാജ്യം. ദാനിയേലിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ അധിപതിയാക്കിയിട്ട് നമ്മൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിൽ ആ സംസ്ഥാനത്തിന്റെ അധിപതിയായിട്ട്, സംസ്ഥാനത്തെ കാര്യവിചാരകനായിട്ട്, ആ സംസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന ഉന്നതന്മാര്, വിദ്വാൻമാര്, അവരുടെ നേതാവായിട്ട് ദാനിയേലിനെ കാണുന്നതാണ്. നമ്മളത് 2-ാം അധ്യായത്തിലാണ് നമ്മളത് പഠിക്കാനായിട്ട് ഇടയായത്. ഇവിടെ 9-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽഷസ്സരെ എന്ന് വിളിക്കുക. അപ്പം മന്ത്രവാദി ആയതുകൊണ്ടല്ല കേട്ടോ. മാജിക് നമ്മൾ ചെയ്യാൻ പാടില്ല. മജീഷ്യൻസ് വിശ്വാസികൾക്ക് പറ്റിയതല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ താൻ ചെയ്തു എന്നല്ല, താൻ വിദ്വാൻമാരുടെ എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് വാസ്തവത്തിൽ ഇവിടെ ദാനിയേലിനെ രാജാവ് വിളിക്കുന്നത്. 10 മുതൽ 17 വാക്യങ്ങളിൽ രാജാവ് ദാനിയേലിനോട് ഒരു സ്വപ്നം വിവരിക്കുക. കിങ് ഈസ് എക്സ്പ്ലെയിനിങ് ദ ഡ്രീം ടു ദാനിയേൽ. 10 മുതൽ 17 വാക്യങ്ങൾ. ആ ഭാഗം ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 10-ാം വാക്യം മുതൽ നമ്മൾ അല്പം മുമ്പ് സമ്മറിയിൽ കേട്ടതാണത്. 10-ാം വാക്യത്തിൽ കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവിത്. ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ഒരു വലിയ വൃക്ഷം, അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണാകുന്നതും ആയിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയും ആയിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴിൽ തണലിളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. 13-ാം വാക്യം. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കളവിൻ. അതിന്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിന്റെ താഴ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവുമുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവേൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ. അവന്റെ മനുഷ്യ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവന് 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു.
ഈ ഭാഗത്താണ് ദാനിയേൽ കണ്ടതായിരിക്കുന്ന സ്വപ്നം, അഥവാ ദാനിയേൽ കണ്ടതായിരിക്കുന്നത് നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നം അല്ലെങ്കിൽ നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന ദർശനം താൻ ദാനിയേലിനോട് വിവരിക്കുക. 13-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും മലയാളത്തിൽ ദൂതൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അവിടെ രേഖപ്പെടുത്തിയ എ വാച്ചർ ആൻഡ് ആൻ ഹോളി വൺ എന്ന, വാച്ചർ ആൻഡ് ആൻ ഹോളി വൺ, രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ വാസ്തവത്തിൽ ദൂതൻ എന്ന വാച്ചർ ആൻഡ് ഹോളി വൺ എന്നാണ് ഇംഗ്ലീഷിലും എബ്രായ ഭാഷയിലും കാണാനായിട്ട് സാധിക്കുന്നത്. മലയാളത്തിൽ ദൂതൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹോളി വൺ ഹു ഈസ് കെയർഫുള്ളി അറ്റൻഡിങ്, വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു വിശുദ്ധൻ എന്നേ അർത്ഥമുള്ളൂ. ദൂതൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മലയാളത്തിൽ ദൂതൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എ വാച്ചർ ആൻഡ് എ ഹോളി ആൻഡ് ഹോളി വൺ, വാച്ചർ ആൻഡ് എ ഹോളി വൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ നമ്മൾ മുമ്പേ കണ്ട വാക്യല്ലേ, അത്യുന്നതനായവൻ മനുഷ്യ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യർ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്ന അറിയേണ്ടതിന്. അധമനായവൻ എന്നതിന്റെ നമ്മുടെ ഇന്നത്തെ അർത്ഥം സാധാരണഗതിയിൽ സ്വഭാവത്തിൽ തീരെ താണവൻ എന്ന അർത്ഥമല്ല. നമ്മൾ ഒരാളെ കുറിച്ച് അവൻ അധമനാണ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ തീരെ താണവൻ എന്ന അർത്ഥം. വാസ്തവത്തിൽ അത് ഇംഗ്ലീഷില് ബേസിസ്റ്റ് ഓഫ് മെൻ. ഇവിടുത്തെ വാസ്തവത്തിൽ ഈ വാക്കിന് അധമൻ എന്ന വാക്കിന്റെ അർത്ഥം സാധാരണക്കാരൻ എന്നേ ഉള്ളൂ. വളരെ ഉന്നതമായിരിക്കുന്ന നെബൂഖദ്നേസർ താൻ ഏറ്റവും ഉന്നതനാണ് എന്ന് ചിന്തിക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ അതിന്റെ ഓപ്പോസിറ്റ് പറയുകയാണ് സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവം സാധാരണക്കാരെ രാജസ്ഥാനത്തേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് 17-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഒരു ചെറിയ വീഡിയോ കാണിക്കാൻ കേട്ടോ. ഇതേ കാര്യം തന്നെയാണ്. ഒരു വീഡിയോ ആകുമ്പോൾ എല്ലാവരും ഒത്തിരി പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയാകും, കിട്ടും എന്ന് ഞാൻ വിചാരിക്കാം. Was great. The tree grew and became strong. Its height reached to the heavens, and it could be seen to the ends of all the earth. Its leaves were lovely, its fruit abundant, and in it was food for all. The beasts of the field found shade under it. The birds of the heavens dwelled in its branches, and all flesh was fed from it. There was a watcher, a holy one, coming down from heaven. He cried aloud and said thus, "Chop down the tree and cut off its branches, strip off its leaves and scatter its fruits. Let the beasts get out from under it and the birds from its branches. Nevertheless, leave the stump and roots in the earth, bound with a band of iron and bronze in the tender grass of the field. Let it be wet with the dew of heaven, and let him graze with the beasts on the grass of the earth. Let his heart be changed from that of a man. Let him be given the heart of a beast, and let 7 times pass over him." This decision is 17-ാം വാക്യം, this decision is by the decree of the watchers and the sentence by the word of the holy ones, in order that the living may know that the Most High rules in the kingdom of men, gives it to whomever he will, and sets over it the lowest of men. അതാണ് 17-ാമത്തെ വാക്യം. ഇവിടെ 7 കാലം എന്ന് 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്ന് വെച്ചാൽ 7 വർഷങ്ങൾ. ഇപ്പൊ 7 വർഷം ഈ രാജാവ് വലിയ ഉന്നതനാണ്, ഉന്നതഭാവം കണ്ടതായിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ വീഡിയോ? കണ്ടോ? കണ്ടോ? മനസ്സിലായോ? ഒരു വലിയ മരം, ആ മരം എല്ലാവർക്കും കാണാൻ കഴിയുന്നതായിരിക്കും മരം. ആ മരത്തിന്റെ തണലിൽ കുറെ മൃഗങ്ങള്, അതില് പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ഇത് വെട്ടിക്കളയാൻ പറഞ്ഞു. അതിന്റെ കുറ്റി അവിടെ താഴെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വെട്ടിയിട്ടു. എന്നിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ ഇലയൊക്കെ കളഞ്ഞു, അതിന്റെ കായൊക്കെ കളഞ്ഞു. അത് വാസ്തവത്തിൽ ആ മരം എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് താൻ തന്നെയാണ്. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം തന്റെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നിട്ട് നെബൂഖദ്നേസർ രാജാവിന് എന്ത് സംഭവിച്ചു? ഇങ്ങോട്ട് ശ്രദ്ധിക്കും മക്കളെ. നെബൂഖദ്നേസർ രാജാവിന് എന്ത് സംഭവിച്ചു? മനസ്സിലായോ? എന്ത് സംഭവിച്ചു? നെബൂഖദ്നേസർ രാജാവ് പശു പുല്ല് തിന്നുന്നത് പോലെ പുല്ലൊക്കെ തിന്നാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ളതായ ജീവിതം 7 വർഷക്കാലം താൻ നയിച്ചു. അതിനുശേഷം താൻ ദൈവത്തെ നോക്കി, ദൈവത്തിന്റെ മഹത്വം മനസ്സിലായപ്പോ തനിക്ക് രാജസ്ഥാനം തിരിച്ചു കിട്ടി. അതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ഇനി 18-ാം വാക്യത്തിൽ ബെൽഷസ്സറിനോട് അഥവാ ദാനിയേലിനോട് രാജാവ് ഇത് വ്യാഖ്യാനിക്കാനായിട്ട് പറയുക. 19-ാം വാക്യത്തിൽ അവിടെ ദാനിയേൽ അല്പസമയം കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു.
അവൻ വിചാരങ്ങൾ പരവശനായി. രാജാവ് അവനോട് ബെൽഷസ്സരെ സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുത് എന്ന് കൽപ്പിച്ചു. വളരെ അല്പസമയം താന് ചിന്തിച്ച് ഇരിക്കാനായിട്ട് ഇടയായി. അതിന്റെ കാരണം നമുക്കറിയാം. ഈ പറയാൻ പോകുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു രാജാവിന്റെ, പ്രത്യേകിച്ചൊരു ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ബാബിലോൺ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത് രാജാവിന് വരാൻ പോകുന്ന ദുരവസ്ഥ, രണ്ടാമത് ഈ വിഷയം എങ്ങനെ രാജാവിനോട് പറയും എന്നുള്ളതായിരിക്കുന്ന വേവലാതി, എന്നുള്ളതായിരിക്കുന്ന പ്രയാസം. ഇതാണ് തീർച്ചയായിട്ടും ദാനിയേലിനെ 1 മണിക്കൂർ തനിക്ക് സംസാരിക്കാൻ കഴിയാതെ അവിടെ അങ്ങനെ ഇരുന്നു പോയി. നമ്മൾ വാസ്തവത്തില് ഇത് വളരെയധികം കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന വിഷയമാണ്. നമ്മൾ നോക്കിയാൽ ഈ ദിവസങ്ങളിൽ ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്ത് യോഹന്നാൻ സുവിശേഷം കർത്താവ് എത്ര പ്രാവശ്യം എന്നറിയാമോ അവരോട് വളരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോട്, പരീശന്മാരോട്, ശാസ്ത്രിമാരോട്, ഉന്നതന്മാരായിരിക്കുന്ന ആൾക്കാരോട് അവരെ തർജ്ജനം ചെയ്ത് അവരോട് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പഴയ നിയമം നോക്കിയാൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാരെങ്ങനെയാ? അവർ പറയും, നമുക്കറിയാം നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് അവൻ നീ തന്നെയാന്ന് പറഞ്ഞല്ലേ. ധൈര്യം വേണം, അത് പറയാനായിട്ടുള്ളതായിരിക്കും ധൈര്യം. ഇന്ന് വാസ്തവത്തിൽ പുൾപിറ്റിൽ നിൽക്കുന്നതായിരിക്കുന്ന ആൾക്കാർക്ക് അതിന് ധൈര്യമില്ല. നമ്മുടെയൊക്കെ സഭയെ വന്നിട്ട് പല ആൾക്കാരും പറയും, ഞാനീ പറയും നിങ്ങളോടല്ല കേട്ടോ, നിങ്ങളോടല്ല. അത് പറഞ്ഞാൽ തന്നെ ഓർത്തോണം, അതോട് ആ പ്രസംഗത്തിന്റെ എല്ലാ പ്രസക്തിയും പോയി. നിങ്ങളോടല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ആൾക്കാരോടാണ്. അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ സഭകളുടെ മൂല്യച്യുതിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. പറയുന്ന ഒരു കാര്യം പറയാനായിട്ട്, മുഖത്ത് നോക്കി പറയാനായിട്ട് നമുക്ക് പേടിയാണ്. അത് അവരെങ്ങനെ ചിന്തിക്കും, അവരങ്ങനെയാണോ അവരെന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാനെന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നത്, ആരെങ്കിലുമൊക്കെ പറയട്ടെ, ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഈ ചിന്താഗതി വാസ്തവത്തിൽ പുൾപിറ്റിൽ നിൽക്കുന്നതായിരിക്കുന്ന സഹോദരന്മാർ, ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർക്ക് വലിയൊരു ചുമതലയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദാനിയേൽ എന്തെങ്കിലും ഈ പറഞ്ഞപ്പോ ഇതിന്റെ ആൻസർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തൻ്റെതായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു അഭിപ്രായം പറഞ്ഞോ? ഇല്ലല്ലേ. താനത് പറയേണ്ടതുപോലെ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം ആകർഷിച്ചതായിരിക്കും കാര്യമാണ്. ദാനിയേൽ സ്തംഭിച്ചിരുന്നു, പക്ഷേ ദാനിയേലെ കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം 20 മുതൽ 22 വരെ പറയാണ് ആ മരം, നമ്മൾ ഓർത്തതുപോലെ ആ വലിയ മരം അത് രാജാവ് താൻ തന്നെയാണ് എന്ന് പറയുകയാണ്. 23-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ 23-ാം വാക്യത്തിൽ അവിടെ ദൂതൻ വന്നിട്ട് ഇത് നശിപ്പിച്ചു കളയുവാനായിട്ട് അവിടെ ആവശ്യപ്പെടുകയാണ്. അവിടെ നമ്മൾ ഇരുമ്പും താമ്രമുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ എന്ന് പറയുന്നു. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അത് അവിടെ തന്നെ തറയിൽ നിൽക്കണം എന്ന് വെച്ചാൽ രാജസ്ഥാനം ഈ രാജാവിന് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രാജാവ് പുല്ല് തിന്നുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഈ 24-25 വാക്യങ്ങളിൽ രാജാവേ, അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായ ഒരു വിധി ഇത് തന്നെ. തിരുമേനിയെ മനുഷ്യരുടെ നീക്കിക്കളയും, തിരുമനസിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടിയാകും. തിരുമേനിയെ കാളയെ പോലെ പുല്ല് തീറ്റും, തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം അഥവാ 7 വർഷം കഴിയും. 5-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെ വീണ്ടും പറയുമ്പോൾ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ നെബൂഖദ്നേസർ രാജാവിന്റെ പരമ്പരയിൽപ്പെട്ടതായ ബെൽഷസ്സർ രാജാവിനോട് പറയുമ്പോൾ അവിടെ 21-ാം വാക്യത്തിൽ അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു, അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടി ആയിരുന്നു, അവനെ കാളയെ പോലെ പുല്ല് തീറ്റി എന്ന് പറയാം. പാർപ്പ് കാട്ടുകഴുതകളോടുകൂടി ആയിരുന്നു എന്നുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് വാസ്തവത്തിൽ 5-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിൽ അതില്ല. എങ്കിലും ഇവൻ ജീവിതമൊക്കെ ഇപ്പോ കൊട്ടാരത്തിൽ നിന്ന് മാറ്റി എങ്ങോട്ടാക്കി? കാട്ടുകഴുതയുടെ കൂടെയും ഒക്കെ ആക്കി. ഇതിനെക്കുറിച്ച് വാസ്തവത്തിൽ ഇതൊരു അസുഖമാണ്. ഈ അസുഖത്തിന്റെ പേരാണ് ബോവാൻത്രോപ്പി എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ബോവാൻത്രോപ്പി, BOANTHROPY, ബോവാൻത്രോപ്പി എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ഇത് വളരെ വളരെ അപൂർവമായിട്ട് വരുന്ന അസുഖമാണെങ്കിലും ചരിത്രത്തിൽ വാസ്തവത്തിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. ഈ ഡിസോർഡറിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോവാൻത്രോപ്പി എന്ന് പറയുന്നതായിരിക്കുന്ന അസുഖം. ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഒരു കാളയാണ് അഥവാ പശുവാണ് എന്നങ്ങ് ചിന്തിക്കുക. നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ഒരു കാളയാണ്, പശുവാണ്. വാസ്തവത്തിൽ രവി സക്രിയാസ് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. തമാശയല്ല, ഒരു കഥയാണ്. ഒരു ദിവസം രാവിലെ ഒരാൾ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും രവി സക്രിയാസ് പറഞ്ഞ കഥ.
രാവിലെ എഴുന്നേറ്റപ്പോ തനിക്ക് തോന്നി ഞാനങ്ങ് മരിച്ചു എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, നീ പോയി ജോലിയൊക്കെ ചെയ്യുക, കാശൊക്കെ വേണ്ട, നീ വീട്ടിൽ ഇരുന്ന് എങ്ങനെ വെക്കുന്നത്? അവൻ അടുത്ത ദിവസം, അതിന്റെ അടുത്ത ദിവസം, പിന്നെ അടുത്ത ദിവസം, എല്ലാ ദിവസവും അവൻ അത് തന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ പറയും, ഞാൻ ജീവിച്ചിരിക്കല്ല, നിങ്ങൾ ഈ കാണുന്നതൊക്കെ മായയാണ്, ഞാൻ മരിച്ചുപോയി എന്ന് പറയും. അവസാനം ശാസ്ത്രന്മാരാവുന്ന നോക്കിയിട്ടും ഈ ആൾക്ക് യാതൊരു വ്യത്യാസം കാണുന്നില്ല. അവസാനം അവരൊരു കാര്യം ചെയ്ത് എന്തറിയാമോ, ഒരു സൂചി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു, കുത്തി കാണിച്ചു. എന്നിട്ട് രക്തം വരുമല്ലോ അല്ലെ, കുത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ രക്തം വരുന്നു. വേണ്ടോ, മരിച്ചവരുടെ ദേഹത്ത് രക്തം വരത്തില്ലല്ലോ എന്ന് ഈ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇയാള് കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ആഹാ അത് ശരി, മരിച്ചവർക്കും രക്തം വരും എന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ മരിച്ചവർക്കും രക്തം വരും. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. എന്ന് പറയുന്ന പോലെ ബോആന്ത്രോപ്പി എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. വിശ്വസിക്കുക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനൊരു ഒരു കാളയാണ് അഥവാ ഒരു കൗവാണ്. അതുപോലെ തന്നെ വേറൊരു അസുഖമുണ്ട്, സോആന്ത്രോപ്പി എന്ന് പറയുന്ന അസുഖം. അത് ഏതെങ്കിലും ആനിമൽസ് വാസ്തവത്തിൽ ഇതേപോലെ തന്നെ പിഗ് അഥവാ പന്നി ആണ് എന്ന് വിചാരിക്കുന്നതായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വിവിധമായിരിക്കുന്ന ചിന്താഗതികൾ പുലർത്തുന്നതായിരിക്കുന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട്. ഇത് ഈ നെബൂഖദ്നേസർ രാജാവിനെ ബാധിച്ചിരുന്നത് ബോആന്ത്രോപ്പി അഥവാ താൻ ഒരു പശുവാണ് അഥവാ കാളയാണ് എന്നുള്ളതായിരിക്കുന്ന ആ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് തനിക്ക് ഉണ്ടാവാനായിട്ട് ഇടയായത്. 26-ാം വാക്യത്തിൽ വൃക്ഷത്തിന്റെ തായ്വേർ വെച്ചേക്കുവാൻ കൽപ്പിച്ചതോ എന്നതിന്റെ അർത്ഥം നമ്മൾ ഓർത്തതുപോലെ രാജാവിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റത്തില്ല എന്നുള്ളതായിരിക്കുന്ന അർത്ഥം. നമ്മൾ ഈ ഭാഗത്ത് തന്നെ 26-ാം വാക്യത്തിൽ വാഴുന്ന സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്തും തിരുമേനിക്ക് സ്ഥിരമാകും. സ്വർഗം വാഴുന്നു എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം വാസ്തവത്തിൽ തിരുവചനത്തിൽ നമുക്ക് ഇവിടെ മാത്രമേ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്വർഗം വാഴുന്നു എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം, അതിന്റെ അർത്ഥം ദൈവം വാഴുന്നു എന്നുള്ളതായിരിക്കുന്ന അർത്ഥം തന്നെയാണ്. 27-ാം വാക്യത്തിൽ ഇവിടെ ഒരു ആലോചന ദൈവദാസൻ കൊടുക്കുക, ഒരു ആലോചന. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷെ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും എന്ന് പറയുക. ഇവിടെ നീതിയോ അല്ലെ നല്ലത് ചെയ്തത് കൊണ്ട് നിനക്ക് നിന്റെ പാപങ്ങൾ ക്ഷമിക്കും എന്നുള്ളതല്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നിനക്ക് ഇതിൽ നിന്നൊരു ഒരു വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. എന്താ? നീ നല്ലതൊക്കെ ചെയ്താൽ ഒരു പക്ഷേ ചെയ്യാനായിട്ട്. ഞാൻ ആലോചിക്കുക, ഒരു രാജാവിനോട് പറയാൻ ഒക്കുമോ? നമ്മളോട് പറയാൻ ഒക്കുമോ ആരെങ്കിലും? എന്താ നീ നന്നായിട്ടൊക്കെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് തന്നെ ആ ആളെ ഒരിക്കലും ആളുടെ അടുത്ത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലെ? ഇന്നത്തെ കാലത്ത് എല്ലാം പ്രയാസമാണ്, ഏതെങ്കിലും പ്രയാസമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ധൈര്യത്തോടെ ഒരാളോട് പാപിയാണെന്ന് പറയാൻ ഒക്കുമോ? എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം 10 വർഷം കഴിയുമ്പോൾ ഒരാളോട് നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് 100%. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരോടും ഒന്നും പറയാൻ ഒക്കാത്തതായിരിക്കും സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഈ വാക്യത്തിൽ ഇവിടെ ദാനിയേല് എത്ര ശക്തമായിട്ടാണ് ഈ രാജാവിനെ ഉപദേശിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഭാഗത്തും നമ്മൾ വീണ്ടും കാണുന്നത് എന്താ? ദൈവദാസന്മാരുടെ വലിയ ചുമതലയല്ലേ? ദൈവദാസന്മാർ വാസ്തവം പറയണം, വാസ്തവം വളരെ ശക്തമായി തന്നെ പറയാനായിട്ട്, മുഖം നോക്കാതെ പറയാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവദാസന്മാർക്ക് ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ട് എന്നുള്ളതായിരിക്കുന്ന വസ്തുത. നമുക്കിന്ന് പലതും പറയാനായിട്ട് ധൈര്യമില്ലെന്നുള്ളൊരു വസ്തുത. അതിന്റെ കാരണം എന്താ? ഒന്നാമത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അത് കൊണ്ടുവന്നിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ധൈര്യക്കുറവല്ലേ പറയാ, അതിന് വാക്കുണ്ടല്ലോ അല്ലേ? ഒരു ശങ്ക, അല്ലാതെ എന്താ അപകർഷബോധം, ഇതല്ലാതെ നമുക്കൊരു വിഷമം, അപകർഷതാബോധം. നമുക്ക് പറയാനായിട്ട് നമുക്ക് തന്നെ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ. കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്, നമ്മളത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതായിരിക്കുന്ന, മറ്റുള്ളവരെ മുഷിപ്പിക്കേണ്ട എന്നുള്ളതായിരിക്കുന്ന ആധുനിക ചിന്താഗതിയാണ്. പഴയ കാലത്തൊക്കെ വാസ്തവത്തിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് വാസ്തവത്തിൽ കുറെ കൂടെ അവർ ശക്തരായിരുന്നു. അവർക്ക് പറയാൻ കഴിയുമായിരുന്നു. അവർ പറയുമായിരുന്നു, ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു ആൾക്കാര്. പക്ഷെ ഇന്ന് നമുക്കതൊന്നും പറയാൻ യാതൊരു ധൈര്യവും ഇല്ല. പറഞ്ഞാല് നമ്മൾ ഇരിക്കാന്നുള്ളതല്ലാതെ അവരിയ്ക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയും വേണ്ട. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊക്കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇത് ഇപ്പൊ മാത്രമൊന്നുമല്ല കേട്ടോ. യെരമ്യാവിന്റെ കാലഘട്ടം നമ്മൾ നോക്കി, യെരമ്യാ പ്രവാചകനെ അവർ എന്തെല്ലാമാ ചെയ്തല്ലേ?
അവസാനം യെരമ്യാവ് പറഞ്ഞു, എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് യെരമ്യാവ് വന്നു. യെരമ്യാവ് പറഞ്ഞു, ഇത് മനുഷ്യർക്കും വേണ്ട, രാജാവിനും വേണ്ട, ആർക്കും വേണ്ടത് മനുഷ്യനായിട്ട് പോയി. പക്ഷേ തനിക്ക് പറയാതിരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റത്തില്ല, പറഞ്ഞേ ഒക്കത്തുള്ളൂ. കാര്യം പ്രവാചകന്മാർ അങ്ങനെയാണ്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇവിടെ ശുശ്രൂഷിക്കുന്ന, ഈ വചനം കേൾക്കുന്നതായിരിക്കുന്ന ആൾക്കാര് പലരും ശുശ്രൂഷിക്കുന്നവർ ഇവിടെയല്ല, സൂമിലുമായിട്ടും ഉണ്ടല്ലോ അല്ലേ. നമ്മുടെ വലിയ ചുമതലയാണ് കാര്യം മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നും എന്നുള്ളതല്ല, വാസ്തവമായിട്ട് കാര്യങ്ങളെ ദൈവജനത്തിന്റെ മധ്യേ പറയുകയും അവരെ നേരായ വഴിയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അത് കേവലം എൽഡേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിചാരിക്കേണ്ട. ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരുടെയും ചുമതലയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. 27-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തപോലെ നന്മ ചെയ്തുകൊണ്ട് പാപപരിഹാരം ഉണ്ടാകും എന്നല്ല, പക്ഷേ എന്ന് ഇവിടെ 27-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വാസ്തവത്തിൽ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടല്ല, ദേവദാസൻ താൻ തന്നെ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ഉപദേശമാണ്. ഇനി നമ്മൾ 28-ാം വാക്യം ശ്രദ്ധിച്ചാല്, 29-ാം വാക്യം ശ്രദ്ധിച്ചാൽ, 29-ാം വാക്യം 1 വർഷം കഴിഞ്ഞു. ഇതെന്തെങ്കിലും വ്യത്യാസം നെബൂഖദ്നേസർ ജീവിതത്തിൽ ഉണ്ടാക്കിയോ? ഈ സ്വപ്നവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കിയോ? ഒരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. 28-ാം വാക്യത്തിൽ ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. ഒരു വ്യത്യാസവും നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ദാനിയേൽ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് താനതൊക്കെ മറന്നു, ഈ പറഞ്ഞതൊക്കെ മറന്നുപോയി. നെബൂഖദ്നേസർ രാജാവ് എല്ലാം മറന്നുപോയി. വാസ്തവത്തില് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കും അങ്ങനെയൊക്കെ തോന്നുമല്ലേ? പറഞ്ഞതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇന്നത്തെ കാലത്ത് ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. അവരവർക്ക് എങ്ങനെ ഇഷ്ടം പോലൊക്കെ ജീവിക്കും എന്ന് ഒരു ചിന്താഗതി വരാൻ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ ദൈവനും നമ്മോട് പറയുന്നത് എന്താ? ദൈവനും പറയുന്നത് എന്താ? കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ നോക്കട്ടെ, എവിടെയെല്ലാം കാര്യങ്ങളല്ലയോ. നോഹ എത്ര വർഷം പ്രസംഗിച്ചു? എന്നിട്ട് ആരെങ്കിലും കേട്ടോ? ഒരു മനുഷ്യൻ കേട്ടില്ല. എന്ന് വിചാരിച്ചോണ്ട് നോഹ പ്രസംഗം നിർത്തിയോ? നീതി പ്രസംഗിയായ നോഹ അല്ലേ, താൻ പ്രസംഗം നിർത്തിയില്ല. അങ്ങനെയുള്ളത് അത് നമ്മുടെ ചുമതലയല്ല, നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. ദൈവദാസന്മാർ കാര്യങ്ങൾ പറയുവാനുള്ളതായിരിക്കും ചുമതല. അത് വീണ്ടും വീണ്ടും ഇവിടെ ഊന്നി പറയുക. ഒരു വ്യത്യാസവും വാസ്തവത്തിൽ നെബൂഖദ്നേസർ ജീവിതത്തിൽ ഉണ്ടായില്ല. 29-ാം വാക്യത്തിൽ അവിടെ 12 മാസത്തിന് ശേഷം ഇതെല്ലാം തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് വായിക്കുക. ഇനി 30-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുക. അവിടെ നിഗളത്തിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ കഴിയും. എന്താ? ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയെ പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി എന്നുള്ള പദം വാസ്തവത്തിൽ മറ്റു ഭാഷകളിൽ കാണുന്നില്ല. പക്ഷെ വാസ്തവത്തിൽ അത് ഉള്ളതാ. എന്നറിയാമോ? ഇത് കണ്ട് അനേക ദിവസങ്ങളിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് രാജാവിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, കാണുന്ന സന്തോഷം, ഇതൊക്കെ എന്റേതല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും കേട്ടോ. അതെന്റേതല്ലേ, ഇതെന്റേതല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ വളരെ ഇടയ്ക്ക് സാധാരണ ഓർക്കുന്നതാണ് ഈ ഭൂമിയൊക്കെ നമ്മുടേതാന്ന് പറഞ്ഞു. നമ്മുടെ അപ്പന്മാർ അങ്ങനെ കുറെ കാലം ചിന്തിച്ചു, അവരൊക്കെ പോയി. വല്യപ്പച്ചൻ ചിന്തിച്ചു, പിന്നെ അപ്പന്മാർ ചിന്തിച്ചു, ഇപ്പൊ നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ? ഭൂമിയൊക്കെ ഇത് എന്റേതാണെന്ന് ചിന്തിക്കുക. വെറുതെ കേട്ടോ. നമ്മളിത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മളും പോവും, ഇത് വല്ലവരുടേതുമാകും, അവരത് വിൽക്കും. അപ്പം വാസ്തവത്തിൽ ഈ ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന ഈ ഭംഗിയും ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കേവലം വളരെ നൈമിഷികമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ യാതൊരു നമുക്ക് ചിന്തിക്കാൻ ഒരു പ്രയാസമില്ല, അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? യാതൊരു കാര്യവും ഈ ജീവിതത്തിൽ കാണുന്നതായിരിക്കുന്ന ഒന്നും, സൗന്ദര്യം അത് കുറെ കഴിയുമ്പോൾ പോവും. ധനം അതിന് യാതൊരു കാര്യം ശരിയാണ്. ഒത്തിരി ധനം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ ധനം വല്ലവന്റെ ആവും, അല്ലേ? മക്കളുടെ ആവും, അല്ലെ? മക്കള് നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റാൾക്കാരുടെ ആവും. ബാങ്ക് ബാലൻസ് എത്ര ഇട്ടാലും അതുകൊണ്ട് ഇത്ര പ്രയോജനമുള്ള കാര്യം. അതൊക്കെ ആത്യന്തികമായി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിന്റെ ധനം അത് പോകും. ഇവിടെ നോക്കൂ, അത് ഈ രാജാവ് പറയാ, ഞാൻ എന്റെ എന്ന് പറയുക. നമ്മൾ ഓർത്തല്ലോ യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ അവിടെ ഒരു വാക്യത്തിൽ തന്നെ 5 പ്രാവശ്യം സാത്താൻ തന്റെ ഹൃദയത്തിൽ ഇത് തന്നെ പറഞ്ഞു, ഞാൻ എന്റേത് എന്നുള്ളത്, അല്ലേ? അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന വസ്തുതയാണ് എന്ന് ഓർപ്പിക്കുക. 31-32 വാക്യങ്ങളിൽ ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ന് പറയാം, സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി, അവിടെ രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു എന്ന് പറയുക. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഈ കാര്യമുണ്ടല്ലോ, ഗർവം, അഹങ്കാരം, അത് ജീവിതത്തിൽ ഉണ്ടായാൽ കാര്യങ്ങളെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താതെ നമുക്ക്
നമ്മൾ റോമാലേഖനത്തിലെ സുബോധമാകവണ്ണം ഭാവിക്കണം എന്നൊരു വാക്യമുണ്ട് അല്ലേ? സുബോധമാകവണ്ണം ഭാവിക്കണം എന്നൊരു വാക്യമുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? മുകളിലോട്ടും പാടില്ല, താഴോട്ടും പാടില്ല. അതതിന്റെ അർത്ഥം. സുബോധം ചിലരുണ്ട് കേട്ടോ, ആർട്ടിഫിഷ്യലായിട്ട് വിനയം കാണിക്കും അല്ലേ? ഭയങ്കര വിനയമാ. ഒരു വിനയം ഇല്ല കേട്ടോ, ചുമ്മാ വിനയം കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വിനയം കാണിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന ഭാവം നടിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് സുബോധമാകവണ്ണം ഭാവിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് വാസ്തവത്തിൽ ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളതായിരിക്കുന്ന വിഷയമാണ് ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ച് ഉയരരുത്. അതിന്റെ അർത്ഥം മുകളിലോട്ട് മാത്രമല്ല താഴോട്ടും പോകരുതെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാരുണ്ട്, സഹോദര ഒന്ന് ചെയ്യാമോ, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാനങ്ങ് പാവമാകും അപ്പോഴത്തേക്ക്. അതൊന്നും വേണ്ട കേട്ടോ. ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന കഴിവ്, ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ ദൈവനാമോഹത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ എളിമയും കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി അങ്ങ് കഴിവിനെക്കാട്ടിൽ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അവിടെ നമ്മൾ കണ്ടു, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഈ പ്രാവശ്യം സ്വർഗത്തിൽ നിന്നാണ് രാജാവ് ഈ ശബ്ദം കേൾക്കുന്നത്. 33-ാം വാക്യം മുതൽ വാക്യത്തിൽ നമുക്ക് ശിക്ഷ രാജാവിന്റെ മേൽ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 33-ാം വാക്യം: ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസർ നിവൃത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്നപോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ ഞാൻ സ്വർഗത്തേക്ക്, അത് 34-ാമത്തെ വാക്യം, ശിക്ഷ പൂർണ്ണമായിട്ടും അവന്റെ മേൽ വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം എന്തറിയാമോ? ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്താ? നമുക്കുള്ളപ്പം എല്ലാവരും നമ്മെ സ്നേഹിക്കും, ഇല്ലെങ്കിൽ ആരും സ്നേഹിക്കത്തില്ല. ഈവൻ വീട്ടിൽ പോലും പ്രശ്നമോ. കാശില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല ജോലിയൊക്കെ ഉണ്ടല്ലേ, നല്ല സ്ഥാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാശൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ പോലും ആൾക്കാർക്ക് ഇഷ്ടക്കുറവാണ്. നമ്മൾ കാണുന്നല്ലേ, നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്നതാണ് ലോകത്തിന്റെ ഗതി. അല്ലേ? ഇവിടെ കണ്ടോ 33-ാം വാക്യത്തിൽ രാജാവൊക്കെ ആയിരുന്നു, എന്തോ ഒരു വലിയ രാജാവായിരുന്നു, പക്ഷെ ഇപ്പോ അവനെ ആർക്കും വേണ്ട എന്നുള്ളതാണ്. 34-ാം വാക്യത്തിൽ അവന്റെ ആൾക്കാർ തന്നെ അവനെ മനുഷ്യരിടയിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്തതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ വന്നു. 34-35-ാം വാക്യത്തിൽ അവിടെ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തെ കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്തും തലമുറയായുള്ളതും അല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. അവിടെ ഈ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ താൻ സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഭാഗം വായിച്ചാൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ദാനിയേലാണല്ലോ ബാബേൽ സംസ്ഥാനത്തിന്റെ കാര്യവിചാരകൻ അല്ലേ? ഈ ഭാഗത്ത് നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടതാ, ബാബേൽ സംസ്ഥാനത്തിന്റെ കാര്യവിചാരകൻ. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ രാജാവിനെ, സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് ഒരു ചെറിയ ക്ഷീണമുണ്ടെങ്കിൽ, മെന്റലി അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ക്ഷീണമുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആരെങ്കിലും അവരെ ആക്രമിക്കുമല്ലേ? അവരുടെ ആൾക്കാർ തന്നെ നോക്കി നിൽക്കുക. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ ധാരാളം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, അപ്പൊ തന്നെ ആരെങ്കിലും ആക്രമിക്കും. പക്ഷെ ആക്രമിക്കാതെയൊക്കെ ഈ രാജാവിനെ സൂക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ദാനിയേൽ വളരെ അധ്വാനിച്ചു കാണും എന്നുള്ളത് നമുക്കറിയാം. ഇനി ഈ 37-ാം വാക്യത്തെ അധികരിച്ച് 37-ാം വാക്യം: ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന് ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഈ വാക്യത്തെ ആധാരമാക്കി അനേകർ വിശ്വസിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് ഒരു ദൈവമകനായി എന്നുള്ളതാണ്. അനേകര് വാസ്തവത്തില് ഞാനൊരു പണ്ട് എപ്പോഴോ കേട്ടോ ഒരു യൂട്യൂബില് നമ്മുടെ ദേവദാസൻ ജോൺ പി തോമസ് അങ്കിള് പ്രസംഗിച്ചപ്പോൾ താനും ഏതാണ്ട് അത് അംഗീകരിക്കുന്നത് പോലെ, യൂട്യൂബിലുള്ളത് കൊണ്ട് ഞാൻ പേര് പറഞ്ഞു കേട്ടോ, അംഗീകരിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് ഇടയായി. ഈ നെബൂഖദ്നേസർ ഇവിടെ നമ്മൾ വായിച്ചു നോക്കും. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യം,
അവന്റെ വഴികൾ ന്യായവുമാകുന്നു. ഇവിടെ വരുമ്പോ ഇവിടെ ദൈവത്തെ ഏകവചനത്തിലാണ് താൻ പറയുന്നത്, അല്ലെ? നിഗളിച്ച് നടത്തുന്നവരെ താഴ്ത്തുകയും ചെയ്യുന്നു. നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കിയറിയാം. ഒന്ന്, ആദ്യം നെബൂഖദ്നേസർ നിന്ന് ഞാൻ സ്വർഗ്ഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അവന്റെ പ്രവൃത്തികളൊക്കെ സത്യം, അവന്റെ വഴികൾ ന്യായവും. ഹി അക്നോളജസ് ദാറ്റ് വാട്ട് ഹാപ്പൻസ് ടു ഹിം വാസ് ഫെയർ. അത് വളരെ പ്രധാനമല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് സംഭവിക്കാൻ അർഹതപ്പെട്ടതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചത് അംഗീകരിക്കുന്നത് വളരെ പ്രധാനമാണ്, അല്ലെ? ഒന്ന്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ട്, തനിക്ക് വന്നതായിരിക്കുന്ന കാര്യം അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. അപ്പോ രാജാവ് തന്റെ കുറ്റം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഈ വാക്യത്തെ ആധാരമാക്കി അനേകർ വിശ്വസിക്കുന്നുണ്ട് നെബൂഖദ്നേസർ രാജാവ് ഒരു ദൈവമകനായി എന്നുള്ളത്. വാസ്തവത്തിൽ അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ധൈര്യം പോരാ പറയാനായിട്ട്. കാര്യം ഈ വാക്യത്തിന് 8-ാം വാക്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ ലേഖനം എഴുതുമ്പോൾ, ഈ കുറിപ്പ് എഴുതുമ്പോൾ, അല്ലെ, 4-ാം അധ്യായം എഴുതുമ്പോൾ 8-ാം വാക്യത്തിൽ ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം എന്ന് ഒരു വാക്കുണ്ടല്ലേ, എന്റെ ദേവന്റെ നാമധേയ പ്രകാരം. അപ്പൊ തന്റെ ദേവനെ കുറിച്ച് താൻ ഇപ്പോഴും പറയുന്നുണ്ട്, എന്റെ ദേവൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാമധേയ പ്രകാരം ബെൽസസർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ്, അവിടെ ബഹുദൈവ വിശ്വാസത്തെ കുറിച്ചാണ് വീണ്ടും നെബൂഖദ്നേസർ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് താൻ എഴുതുമ്പോഴും താൻ എന്റെ ദേവൻ, അതുപോലെ ദൈവങ്ങളെ താൻ വിശ്വസിക്കുന്നുള്ള. അതുകൊണ്ട് ഈ 37-ാം വാക്യത്തെ മാത്രം ആധാരമാക്കി നെബൂഖദ്നേസർ രാജാവ് ദൈവമകനായി എന്ന് നമുക്ക് വാദിച്ച് തെളിയിക്കാനായിട്ട് സാധ്യമാകത്തില്ല. അത് വാസ്തവം പറഞ്ഞാൽ എനിക്ക് അത് അങ്ങനെ വിശ്വസിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. എങ്കിലും ദേവദാസന്മാർ അങ്ങനെ പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കുന്നുമില്ല. കാര്യം എതിർക്കാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ എതിർത്തിട്ട് നമുക്ക് കാര്യമില്ല, നമ്മൾ അംഗീകരിച്ചിട്ടും കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നെബൂഖദ്നേസറിന്റെ ഈ വാക്യത്തെ മാത്രം ആധാരമാക്കി താൻ ഒരു ദൈവമകനായി എന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുകയില്ല. ഇനി ഈ അധ്യായം എഴുതി കഴിഞ്ഞിട്ട്, അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് 1 വർഷം കൂടെ മാത്രമേ നെബൂഖദ്നേസർ രാജാവായിട്ട് ഇരുന്നിട്ടുള്ളൂ. 1 വർഷം കൂടെ കഴിയുമ്പോൾ നെബൂഖദ്നേസറിന്റെ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും അവസാന നാളുകളിലാണ് വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്നത്. ഇവിടെ BC 563 താൻ ഇത് എഴുതുന്നത്. 571 താൻ സ്വപ്നം കാണുന്നത്. 570 ഇത് സംഭവിക്കുന്നത്. 563 562 താൻ മരണപ്പെടുവാനായിട്ടിടെ 43 ദീർഘവർഷങ്ങൾ നെബൂഖദ്നേസർ രാജാവ് താൻ ഭരിക്കാനായിട്ടിടയായി. വാസ്തവത്തിൽ നമ്മൾ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ വസ്തുതകളെ അംഗീകരിക്കാനായിട്ട് താൻ വളരെ തയ്യാറായിരുന്നു, അല്ലേ? എല്ലാ കാര്യത്തും നമ്മൾ കാണുമ്പോൾ കാര്യങ്ങൾ താൻ എന്തെല്ലാം പറഞ്ഞാലും, ഉദാഹരണത്തിന് തീയിലിട്ട് ആളെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ അംഗീകരിച്ചു. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും എല്ലാം തന്നെ നമുക്ക് ഏത് അധ്യായങ്ങളിലും 4-ാം അധ്യായത്തിലൊക്കെ വാസ്തവത്തെ അംഗീകരിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് നെബൂഖദ്നേസറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. താൻ 1 വർഷം കൂടെ മാത്രമേ താൻ ജീവിച്ചിരുന്നുള്ളൂ. 43 വർഷം താൻ ബാബിലോൺ ഭരിച്ചു. ബാബിലോൺ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തല്ലോ, മധ്യപ്രദേശും രാജസ്ഥാനും കൂടെ ചേർത്തതായിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ 2 സംസ്ഥാനങ്ങൾ മാത്രം ചേർത്തതായിരിക്കുന്ന, അത്രയും പോലും ഇല്ലാത്തതായിരിക്കുന്ന ഒരു എംപയറാണ്. ഒത്തിരി വലിയ എംപയർ ഒന്നും അല്ല. ആകെ 5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പഠിച്ചതാ. അതിന്റെ 10 ഇരട്ടിയുണ്ട് മേദ്യ, പേർഷ്യ, യവന, റോമ സാമ്രാജ്യങ്ങളൊക്കെ അതിന്റെ 10 ഇരട്ടി ഉള്ളതായിരിക്കും രാജ്യങ്ങളാണ്. പക്ഷെ ചെറിയ രാജ്യമാണെങ്കിലും അവര് ഏകാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബാബിലോൺ രാജാക്കന്മാർ അങ്ങനെ ജീവിച്ച് ഭരിച്ച് മാറിയതായിരിക്കുന്ന ഒരു രാജാവായിരുന്നു നെബൂഖദ്നേസർ. നമ്മൾ 3-ാം അധ്യായം പഠിച്ചപ്പോൾ 3-ാം അധ്യായത്തിന്റെ ഒരു പ്രാവചനിക, ഒരു പ്രൊഫറ്റിക്കൽ ആംഗിൾ നമ്മൾ കാണാനായിട്ടിടയായി. അതിനെ നമുക്ക് നിഴലും പൊരുളും എന്ന് പറയാൻ കഴിയത്തില്ല കേട്ടോ. നിഴലും പൊരുളും എന്ന് പറയുന്നത് ശരിയല്ല, എങ്കിലും അതിന്റെ ഒരു പ്രോഫറ്റിക് എലമെന്റ് നമുക്ക് കാണാനായിട്ടിടയായി 3-ാം അധ്യായത്തിൽ. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ബിംബം, ആ ബിംബത്തെ നമസ്കരിക്കണം എന്ന് പറയുന്നു, നമസ്കരിക്കാത്തവരെ കൊല്ലും എന്ന് പറയുന്നു 3-ാം അധ്യായത്തിൽ, അല്ലേ? അത് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ബിംബത്തെ അന്തിക്രിസ്തുവിന്റെ ബിംബത്തെ കള്ളപ്രവാചകൻ
നിർത്തും, അതിന് സംസാരിക്കാൻ ശക്തി കൊടുക്കും, എന്നിട്ട് അതിനെ നമസ്കരിക്കണം എന്ന് പറയും, നമസ്കരിക്കാത്തവരെ കൊല്ലിച്ചു കളയും. അതുപോലെ പീഡനകാലത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനേകര് ഇത് ചെയ്യും, എന്നാൽ ചെയ്യാത്തതായിരിക്കുന്ന, ഇത് അംഗീകരിക്കാത്തതായിരിക്കുന്ന ഒരു കൂട്ടമുണ്ടാവും. ആ കൂട്ടത്തിൽ ചിലരൊക്കെ ഈ പീഡനകാലത്തിൽ കൊല്ലപ്പെടുവാനായിട്ട് ഇടയാകും, എന്നാൽ ചിലരൊക്കെ ആ പീഡനകാലത്തെ അതിജീവിക്കുവാനായിട്ടും ഇടയാകും. 144,000 പേര് 7-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അത് നമ്മൾ 3-ാം അധ്യായത്തിൽ കണ്ടു. വാസ്തവത്തിൽ ഇവിടെയും അങ്ങനെ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നെള്ളും പൊരുളും എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ അതിനൊരു ഒരു പ്രോഫറ്റിക് എലമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്, ഇത് ജാതികളുടെ കാലത്തെ കുറിച്ചാണ്. നെബൂഖദ്നേസറിന്റെ ജീവിതം ആരംഭിക്കുന്നത് നമുക്കറിയാം, ജാതികളുടെ കാലം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായമാണ്, 22-ാം അധ്യായം അല്ലെ? ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 24-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ജാതികളുടെ കാലം എന്ന് കർത്താവ് താൻ തന്നെ 22-26 ജാതികളുടെ കാലം തികയുവോളം. അത് നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവ് അത് താൻ യഹൂദ അഥവാ യെരൂശലേം ആക്രമിച്ച് കീഴടക്കിയ സമയം മുതൽ BC 605 തുടങ്ങിയുള്ള കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം എന്ന് പറയുന്നത്. യെരൂശലേം അതിനുശേഷം ഒരു കാലഘട്ടത്തിലും യഹൂദന്മാരുടെ കയ്യിൽ മുഴുവനായിട്ട് വന്നിട്ടില്ല. അവസാനം 1948 ഇസ്രായേൽ രൂപീകൃതമാകുന്ന സമയത്ത് പോലും ഈ യെരൂശലേമിന്റെ ഒരു ഭാഗം മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. പിന്നീട് നമുക്കറിയാം, ഇനി അത് അവർക്ക് മുഴുവനായിട്ട് ലഭിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു താൻ രാജാവായിട്ട് വരുന്നതാണ്. അപ്പം ആ കാലഘട്ടം നെബൂഖദ്നേസർ BC 605 മുതൽ, ക്രിസ്തുവിന് 605 വർഷം മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം മുഴുവൻ വാസ്തവത്തിൽ ജാതികളുടെ കാലമാണ്. ഇത് അവസാനിക്കുന്നത് ഇനി കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയം വരെയാണ്. പക്ഷേ ഈ ജാതികളുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിനൊന്നായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് കാണാനായിട്ട് കഴിയും. ഇന്ന് വാസ്തവത്തിൽ ലോകത്തിൽ ഒരു രാഷ്ട്രവും വാസ്തവത്തിൽ ശരിയായ രീതിയിൽ കർത്താവിനെ ഫോളോ ചെയ്യുന്ന, ഈവൻ അമേരിക്കയില്ല, ബ്രിട്ടനില്ല, എല്ലാ രാഷ്ട്രങ്ങളും വാസ്തവത്തിൽ ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്ന് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരിക അല്ലേ? അമേരിക്കയിലേക്ക് മൈഗ്രേഷൻ കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനികൾ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ മറ്റ് പലർക്കും ഇപ്പൊ കിട്ടുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വാസ്തവത്തിൽ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. 2, പീഡനകാലത്തിന്റെ ഒരു പ്രത്യേകത ദൈവം ജാതികളെ എളിമപ്പെടുത്തി കർത്താവിന്റെ അധികാരത്തിന്റെ കീഴെ ആക്കും എന്നുള്ളതാണ്. പീഡനകാലത്തിൽ നമുക്കറിയാം, പീഡനകാലം കഴിയുമ്പോൾ അവിടെ കർത്താവ് താൻ തന്നെ രാജാവായിട്ട് വന്ന് സകല ജാതികളെയും തന്റെ കാൽക്കീഴെ ആക്കി താൻ തന്നെ രാജാവായിട്ട് വരുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഇനി ദൈവവ്യവസ്ഥയ്ക്ക് നെബൂഖദ്നേസർ വിധേയപ്പെട്ടതുപോലെ കർത്താവ് പീഡനകാലത്തിൽ എതിരാളികളെ തോൽപ്പിച്ച് ലോകരാജ്യത്വം സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊരു ഒരു 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 എന്താ പറയാ, മാനം എന്ന് പറയാല്ലേ, ഒരു പ്രോഫറ്റിക്, ഒരു പ്രവചനീക മാനം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് ഹിതകരമല്ലാത്തതായിരിക്കുന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ, ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ, അത് വാസ്തവത്തിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടോ. അത് വീട്ടിലായാലും ശ്രദ്ധിക്കണം. നമ്മള് ജോലിയുള്ള ഭർത്താവ് അല്ലെ ഭാര്യ, ധാരാളം ധനം ഉണ്ടാക്കുന്ന ഒരാള് മറ്റേ ആളെ താഴ്ത്തി കാണുക, സഭകളിൽ അങ്ങനെ തന്നെ കാണുക, സമൂഹത്തിൽ അങ്ങനെ കാണുക, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം നമ്മോട് അത് ക്ഷമിക്കയില്ല. ദൈവം നമ്മോട്, നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള വസ്തുത നാം വിസ്മരിച്ചു പോകരുത്. ഈ ഭാഗം അതുപോലെ നമ്മൾ ഓർത്തതാണല്ലോ അല്ലേ, നമ്മുടെ ചുമതല, ഇവിടെ പുൽപ്പിൽ നിൽക്കുന്നതായിരിക്കും ദൈവദാസന്മാരുടെ ചുമതല, അത് വലുതാണ്. അത് നമ്മൾ ശരിയായ രീതിയിൽ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ, ശരിയായ രീതിയിൽ ആ കാര്യം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന നഷ്ടം, സഭയുടെ മൂല്യച്യുതി, സമൂഹത്തിന്റെ മൂല്യച്യുതി, നമ്മുടെ തലമുറകളുടെ മൂല്യച്യുതി, അത് നമ്മൾ വളരെയധികം ഓർക്കണം എന്നുള്ളതും നമുക്ക് ഈ ഭാഗത്തും ചിന്തിക്കാനായിട്ട് ഇടയായി. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വരാനായിട്ട് ഇടയായിട്ട്. ഇതോടുകൂടി നെബൂഖദ്നേസറിന്റെ ജീവിതത്തിന്റെ സംഭവങ്ങൾ നമ്മളെ കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച ബെൽസസർ എന്ന് പറയുന്നതായിരിക്കുന്ന രാജാവിനെ കുറിച്ച്. ഈ രാജാവ് വാസ്തവത്തിൽ നെബൂഖദ്നേസറിന്റെ അതിനിടയ്ക്ക് ഒരു 3-4 രാജാക്കന്മാർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷമാണ് ബെൽസസർ. ദാനിയേൽ വാസ്തവത്തിൽ 4 രാജാക്കന്മാരുടെ കീഴെ
താൻ രാജ്യം ഭരിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. വളരെ ഉന്നതമായിരിക്കുന്ന ജീവിതം നയിച്ചതായിരിക്കുന്ന ഒരു ദൈവദാസനെ കുറിച്ചും പഠിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ഗോട്ട്ലിംഗ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 3-ാം അധ്യായം അവസാനം കണ്ടപ്പം എല്ലാ സംഭവവും കഴിഞ്ഞിട്ട് ഐഡൽ വർഷിപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് അബിയൻഡഗനു അവരെ ഇത് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമാണ്, നൗ യു ഷാൽ ഗോ ആൻഡ് വർഷിപ്പ് യുവർ ഓൺ ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഐഡൽസ് ഉണ്ട്. എന്നുള്ളൊരു വേർഡാണ് നമ്മുടെ ജീവിതത്തിൽ ഐഡലായിട്ട് മാറുന്നത്. അതാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. നാം എന്നുള്ള സ്ഥാനം മാറ്റി ദൈവത്തിന്റെ സ്ഥാനം മാത്രം കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം. Give God the most high place because he is the most high God. Thank you once again, Gottlingly. പ്രത്യേകിച്ച് നമുക്ക് ലീലാമാൻ്റെയും ജോണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലീലാമാൻ്റെ കൗണ്ട് കുറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 25,000 ആണെന്ന് തോമസ് അങ്കിൾ പറഞ്ഞു. പക്ഷെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടെങ്കിലും പൊതുവെ ആരോഗ്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോണത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതിലും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കണം. രണ്ടുപേരും ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുന്നു. ഇപ്പൊ രാജു വന്ന് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Our Lord and Heavenly Father, we thank you once again for giving us this evening time to come into your presence in connection with our Bible study. Thank you for bringing each one of us into your presence. You had been good to us. You took care of us the past days and as well as today, the whole day. And you brought all of